ഹലോ എവരി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ തായ് ഡിഷസിൻ്റെ സീരീസിലെ ആദ്യത്തെ ഐറ്റമായ പട്കർ പാവോ ആണ്. അതായത് ഹോളി ബേസിൽ ചിക്കൻ സ്റ്റിർ ഫ്രൈ. ഇത് ചിക്കൻ വെച്ചുണ്ടാക്കുന്നത് കൊണ്ട് ചിക്കൻ സ്റ്റിർ ഫ്രൈ, അല്ലെങ്കിൽ നമുക്ക് പോർക്കോ ബീഫോ എന്താണെങ്കിലും മിൻസ് ചെയ്ത് എന്താണെങ്കിലും നമുക്ക് അത് വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിൻസ് ചെയ്തെടുക്കാം. ഓൾറെഡി മിൻസ് ചെയ്ത ചിക്കൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നമുക്കിവിടെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കത്തി വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുനുകുനേന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഏകദേശം ഒരു 6-7 ഗാർലിക്കാണ്, അതായത് വെളുത്തുള്ളി ഞാൻ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം വേണ്ടത് തായ് റെഡ് ചില്ലീസാണ്. അത് ഭയങ്കര സ്പൈസി ഉള്ളൊരു ചില്ലീസാണ്. അതില്ലാത്തത് കൊണ്ട് ഞാനിവിടെ നമ്മുടെ സാധാരണ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കൂടുതൽ എരിവ് വേണം എന്നാണെങ്കിൽ കൂടുതൽ എടുക്കാം. പട്കർ പാവോ നോർമലി ഒരു നല്ല സ്പൈസി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു സവാളയുടെ ഹാഫ് പോർഷനാണ്. വൈറ്റ് ഒനിയൻസ് ആണെങ്കിൽ അത്രയും നല്ലത്. ഞാനിവിടെ റെഡ് ഒനിയൻസ് ആണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതാണോ അത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സോസുകളെല്ലാം മിക്സ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ്, 1 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ഫിഷ് സോസ്, 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ ടാമറിൻ്റെ പേസ്റ്റ്, നമ്മുടെ സാധാരണ പുളിയില്ലേ അതിൻ്റെ ഒരു പേസ്റ്റാണ്. അപ്പോൾ ഇത്രയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അവസാനമായിട്ട് ബേസിൽ ലീവ്സും കൂടിയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നില്ല. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന സോയ സോസിൽ നല്ലപോലെ ഉപ്പിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഉപ്പ് യൂസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ സോയ സോസ് ഉപ്പ് കുറവാണെങ്കിൽ എക്സ്ട്രാ ഉപ്പും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനൊരു സോസ് പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് എല്ലാം മിക്സ് ആയ ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. പിന്നെ ഫ്ലെയിം എപ്പോഴും ഞാൻ ഹൈയിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഗാർലിക്കെല്ലാം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് മിൻസ് ചെയ്ത് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് വെന്ത് വരണം. വെന്ത് നമ്മുടെ മുട്ടത്തോരനൊക്കെ ഇല്ലേ ആ ഒരു പരുവത്തിലായി വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് പാത്രം വോക്കാണ്. അതായത് നമ്മുടെ ചീനച്ചട്ടിയൊക്കെ പോലെ നല്ല വിസ്താരമുള്ള, നമുക്ക് നന്നായിട്ട് ഇളക്കാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പില്ലേ. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണമാണ് ഞാൻ ഈ പാത്രം യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി അതിൽ ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഡിഷ് അങ്ങനെ തന്നെയാണ് ഇരിക്കേണ്ടത്, ആ ഒരു ജ്യൂസിനെസ്സോടെ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ ബേസിൽ ലീവ്സാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. ഇനി ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് മെയിൻലി കഴിക്കുന്നത് റൈസിൻ്റെ കൂടെയാണ്. റൈസിൻ്റെ കൂടെ നൂഡിൽസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരു ബുൾസൈയും കൂടി ഫ്രൈ ചെയ്ത് റൈസിൻ്റെ ടോപ്പിൽ വെച്ചാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. നമ്മുടെ തായ് സീരീസിൽ ഞാൻ മാക്സിമം എല്ലാ ഡിഷും കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ഡിഷിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാനത് തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.